ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മിൽക്ക് ഷേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ചെറുപ്പഴം വെച്ചിട്ടും ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ തൊലിയെല്ലാം ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യം നല്ല കട്ട പാലാണ്. ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ പാല് നല്ലതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ പഴം ഇതുപോലെ ഒന്ന് നടുകൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബൂസ്റ്റാണ് ചേർക്കുന്നത്. നമുക്ക് 5 രൂപയുടെ പാക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് അതും കൂടെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റിന് പകരം നമുക്ക് ഹോർലിക്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ബൂസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ നമ്മളത് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലും കൂടെ ഇതിലേക്ക്, കട്ടപ്പാലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ഐസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം. കൂടുതൽ വെള്ളം വേണ്ടവർക്ക് ഇനിയും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഐസ് വാട്ടറിന് വേണമെന്നില്ല, പച്ചവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഷേക്ക് ഇവിടെ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണ്, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഇനി നമുക്ക് 2 ഗ്ലാസിൻ്റെ മുകളിലൂടെ ഇതുപോലെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയ പഴത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് 2 ഗ്ലാസ്സിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.